ജോയിയുടെ ജീവന് വേണ്ടിയുള്ള രക്ഷാദൗത്യം തുടരുകയാണ്. ഇപ്പോൾ പുതിയ സ്കൂബ ടീം പരിശോധനയ്ക്കായി ഇറങ്ങുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. അമൽ, പറയാം, എത്ര പേരടങ്ങുന്ന സംഘമാണ്? ഇവർ നേരത്തെയും പരിശോധന നടത്തിയവർ തന്നെയാണോ? എന്തെങ്കിലും പ്രതികരണങ്ങൾ അവർ ഇതിനു മുൻപായി നടത്തിയോ അവിടുത്തെ ഒരു സാഹചര്യത്തെക്കുറിച്ച്? നമ്മൾ അല്പം മുമ്പ് കളക്ടറോട് സംസാരിച്ചിരുന്നു. അതായത് രക്ഷാപ്രവർത്തനം ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന കാര്യത്തിൽ കൃത്യമായൊരു പ്ലാൻ ജില്ലാ ഭരണകൂടത്തിനും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് അധികൃതർക്കും NDRFിനും എല്ലാം ഉണ്ട്. അതായത് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ പരിശോധന നടന്നിരുന്ന സ്ഥലമുണ്ട്. അവിടെ പരിശോധന കുറേ അധികം സമയം നടത്തിയതാണ്. മാത്രമല്ല, അവിടെ പരിശോധന നടത്തുന്നതിന് ഇനി കുറച്ച് പരിമിതികളുമുണ്ട്. കാരണം അവിടേക്ക് ഈ പറയുന്ന സ്കൂബ ഡൈവിംഗ് ടീം ഇറങ്ങിയിട്ട് തിരിച്ചു കയറിയതാണ്. അവർ തിരിച്ചു കയറിയപ്പോൾ പറഞ്ഞത് ജീവൻ പണയം വെച്ചാണ് അതിലെ പോകേണ്ടി വരുന്നത്. മാത്രമല്ല, അവർക്ക് മുന്നോട്ട് നീങ്ങുന്നതിന് വലിയ തോതിലുള്ള പ്രതിസന്ധികളും നേരിടുന്നുണ്ട്. നിലവിൽ എന്തായാലും അവിടുത്തെ പ്രാഥമിക പരിശോധന ഏകദേശം ഒരു 40 മീറ്ററോളം ദൂരത്തിൽ 2-3 വട്ടമായി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ അവർക്കൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. നേരത്തെ ചില ചിത്രങ്ങളും മറ്റും പുറത്തു വന്നപ്പോൾ ഈ റോവർ പോയി എടുത്ത ചില ചിത്രങ്ങളും മറ്റുമൊക്കെ പുറത്തു വന്നിരുന്നു. ആ പുറത്തു വന്ന ചിത്രം അനുസരിച്ച് അവിടെ ആൾ ഉണ്ടാകാമെന്നൊരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ പരിശോധന വീണ്ടും ആ ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് നടത്തി. പക്ഷേ അതിലും ഒരു നല്ല സൂചനയും കിട്ടിയില്ല എന്ന് മാത്രമല്ല, അവിടെ ഉണ്ടാകില്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുകയാണ്. എങ്കിലും അവിടുത്തെ തിരച്ചിൽ അവസാനിപ്പിക്കുന്നില്ല. അവിടെ ഇപ്പോഴും തിരച്ചിൽ തുടരുന്നുണ്ട്. അതിന് സമാന്തരമായി തന്നെ ഈ തുരങ്കം അവസാനിക്കുന്ന ഭാഗം, അതായത് നമ്മുടെ പവർ ഹൗസ് റോഡിനോട് ചേർന്നുള്ള റെയിൽവേ സ്റ്റേഷന്റെ ഇപ്പുറത്തെ, അതായത് തമ്പാനൂരിലുള്ള എൻട്രൻസ് അല്ല, ഇപ്പോൾ പവർ ഹൗസ് റോഡിന്റെ അവിടെയുള്ള കവാടമുണ്ട്. അവിടെ ആണ് ഈ തുരങ്കം അവസാനിക്കുന്നത്. ഏകദേശം 140 കിലോമീറ്റർ ദൂരം പിന്നിട്ടാണ് ഇവിടേക്ക് വെള്ളം ഒഴുകി വന്ന് വീഴുന്നത്. വെള്ളം ഒഴുകി വന്ന് വീഴുന്നു എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. മാലിന്യം ഒഴുകി വന്ന് വീഴുന്ന ഒരു തുരങ്കം. അപ്പോൾ അതിൻ്റെ ആ വന്ന് വീഴുന്ന ഭാഗത്തു നിന്നും ഇവിടെ നിന്ന് കൂടി പരിശോധന സമാന്തരമായി അകത്തേക്ക് നടത്താം എന്നൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ടീം എത്തിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ സ്കൂബ ഡൈവിംഗ് ടീമിനെ ഇറക്കണമെങ്കിൽ ചില പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. ഇവിടെ ഈ വെള്ളം പൂർണ്ണമായും ഇല്ല എങ്കിൽ, ഈ ടണൽ നിറഞ്ഞ വെള്ളം വന്നില്ല എങ്കിൽ അതിനകത്തേക്ക് ഇവർക്ക് പ്രവേശിക്കുന്നതിന് ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം വെള്ളം കുറഞ്ഞാൽ സാധാരണ നിലയിൽ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ, വെള്ളത്തിലുള്ള രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ അത് രക്ഷാപ്രവർത്തനത്തിന് ഗുണകരമാകും എന്ന് പറയുന്നത് പോലെ ഇവിടെ പക്ഷേ അങ്ങനെയല്ല. ഇത് ടണലാണ്. മാത്രമല്ല, മാലിന്യം നിറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ വെള്ളമില്ലാതെ രക്ഷാപ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. ഈ സ്കൂബ ഡൈവിംഗ് ടീമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നീന്തി വേണം അവിടേക്ക് പോകാൻ. നിലവിൽ അവർ ഇഴഞ്ഞാണ് പോകുന്നത് എന്നുള്ളതാണ് ഇന്ന് രാവിലെ അവിടെ പോയി വന്ന ഒരു ഉദ്യോഗസ്ഥൻ നമ്മളോട് പ്രതികരണമായി പറഞ്ഞത്. അതായത് ഈ പ്രേക്ഷകർക്ക് മനസ്സിലാകാനായി പറയാം, ഈ വെള്ളം ഇപ്പോൾ കിടക്കുന്നത് ഒരു ടണലിനകത്ത്, ഏകദേശം 4 മീറ്ററോളം ഉയരമുള്ള ടണലാണ്. ആ ടണലിനകത്ത് നിറഞ്ഞ് വെള്ളം വരുന്നുണ്ട്. കുറച്ച് സ്ഥലം മാത്രം, ഏകദേശം ഒരു ഇതിൻ്റെ കവാടത്തിൻ്റെ അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ, വെള്ളം വരുന്ന സ്ഥലത്ത് നിന്നും നോക്കുകയാണെങ്കിൽ ഒരു 20 സെൻറ്റിമീറ്റർ മാത്രമാണ് അതിലെ ശുദ്ധവായു വായു കടന്നു പോകാനുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത്. അതിന് താഴേക്കുള്ള സ്ഥലത്ത് ഒരു ലെയർ പോലെ, ഒരു ബെഡ് പോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, പ്രത്യേകിച്ചും കുപ്പി അടക്കമുള്ള മാലിന്യങ്ങൾ പൊങ്ങിക്കിടക്കുകയാണ്. അത് വെള്ളത്തിനടിയിലേക്ക് താന്നു പോകുന്നില്ല. അതിന് തൊട്ട് താഴെയുള്ള ഒരു ലെയർ എന്ന് പറയുന്നത്, അതിലൂടെ വെള്ളം ഒഴുകുകയാണ്. അത് കഷ്ടി ഒരാളുടെ ശരീരത്തിൻ്റെ പകുതി മാത്രം, അങ്ങനെ വേണമെങ്കിൽ പറയാം, അത്രയും സ്ഥലത്ത് വെള്ളം ഒഴുകി പോകുന്നു. അതിന് താഴേക്കുള്ള ഈ ടണലിൻ്റെ ഭാഗമെന്ന് പറയുന്നത് ഉറച്ചു കിടക്കുന്ന മാലിന്യമാണ്. അത് കല്ല് പോലെ ഉറച്ചു കിടക്കുന്നു എന്നുള്ളതാണ് രാവിലെ ഇവിടെ പോയി തിരിച്ചു വന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ നമ്മളോട് വ്യക്തമാക്കിയത്. അങ്ങനെ 3 ലെയറായി കിടക്കുകയാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞാൽ, ഈ നടുക്കത്തെ വെള്ളം ഉള്ള സ്ഥലത്തു കൂടിയാണ് ഈ റെസ്ക്യൂ ടീം അകത്തേക്ക് കടന്നു പോകുന്നത്. അങ്ങനെ കടന്നു പോകുമ്പോൾ ഇവരുടെ തലയ്ക്ക് മുകളിലും ഇവർ കടന്നു പോകുന്നതിന് മുകളിലും താഴെയുമായി മാലിന്യമാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ വെള്ളം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുകളിലുള്ള കട്ടി കുറഞ്ഞ മാലിന്യം ഇവരുടെ മേലേക്ക് പതിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അവർക്ക് കൂടി അപകടം സംഭവിക്കുന്ന അവസ്ഥയുണ്ടാകും. അതിനാലാണ് വെള്ളത്തിൻ്റെ ലെവൽ കൂട്ടിക്കൊണ്ടുള്ള രക്ഷാപ്രവർത്തനം എന്ന തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടുത്തെ വെള്ളത്തിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ, ഇപ്പോൾ ഉള്ളതിലും അളവ് കുറയുകയാണെങ്കിൽ ഇവിടെ ഒരു തടയണ പോലെ നിർമ്മിച്ചുകൊണ്ട് ഇവിടെ വെള്ളത്തിൻ്റെ അളവ് കൂട്ടുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. നിലവിൽ എന്തായാലും ഈ ഉദ്യോഗസ്ഥർ ഇവിടെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഈ വെള്ളം പുറത്തേക്ക് പോകുന്ന സ്ഥലത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതിലെ കടന്ന് എത്ര ദൂരം അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളൊരു പ്രതിസന്ധി ഉണ്ട്. ഇവരിപ്പോൾ എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന കാര്യം പരിശോധിക്കാൻ